ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു മോളോസിന്റെ ഒരു ഹാപ്പി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീഡിയോ ഫോണൊക്കെ സെറ്റ് ആക്കുന്നതുകൊണ്ട് ഓടി വന്ന് മോളി കയറിയിരുന്ന സ്വാഗതം സ്വാഗതം എന്ന് പറഞ്ഞോണ്ട് ഒരു സ്വാഗതം അയ്യേ ഇവള് കൊള്ളത്തില്ല കേട്ടോ. ഇവള് നല്ല കൊച്ചൊന്നുമല്ല, ചമ്പ്ര കൊച്ചൊന്നുമല്ല. എല്ലാരും പറയുന്നുണ്ട് നല്ല ശുണ്ടിയ അവള് പാപ്പു ഇരിപ്പുണ്ട്. പാപ്പു കഴിഞ്ഞിട്ടുള്ള കളിയേ ഉള്ളൂ. അയ്യോ ഇപ്പോഴേ ഇവര് ചെരുപ്പ് എടുത്തോണ്ട് വരാൻ മറന്നുപോയി. നമുക്ക് ഏറ്റവും മടി ഞാൻ കണ്ടേക്കുന്നത് ചെരുപ്പിടാനായിട്ട് അല്ലേ. എവിടെ പോലും ഇവർക്ക് ചെരുപ്പിടാൻ ഭയങ്കര മടിയാണ്. ചേട്ടായി 2-3 പ്രാവശ്യം വന്നപ്പോ ഓരോ കുഞ്ഞ് ചെരുപ്പ് മേടിച്ചു കൊടുക്കും. എന്നിട്ട് ഇപ്പഴേ ഞാൻ പറഞ്ഞേ കൊച്ചിന് ചെരുപ്പില്ലോന്ന് പറഞ്ഞപ്പോ എന്റെ കാല വന്ന് കാണിച്ചിട്ട് ഇതല്ലേ അമ്മയുടെ കാല ചെരുപ്പെന്ന്. ഞാൻ പറഞ്ഞ അല്ല മോനില്ലല്ലോന്ന്. അയ്യോ പാപ്പുവിനോട് പറയായിരുന്നു സൈസ് എങ്ങനെയാവുമെന്ന് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഓടിപ്പോയി അവിടെ പോയി നിന്നിട്ട് ഹലോ പാപ്പു ഹലോ പാപ്പു ചെപ്പ് ഒന്ന് പറഞ്ഞു. അതെ അതെ കേട്ടോ. അന്നേരം ആണെങ്കിൽ ഓരോ ഒന്ന് കാണിക്കും. അത് കാണിക്കില്ല. അപ്പൊ എങ്ങനെയുണ്ടോ വന്നിട്ട് നല്ല അടിപൊളി. മഴയായോണ്ട് അതിന്റേതായ ചെറിയൊരു ഇറങ്ങാൻ പറ്റില്ല. ഈ കാലും കൂടി ഇങ്ങനെ പ്രശ്നം ആയതുകൊണ്ട് ഇച്ചിരി മുതലെടുക്കാണ്. നല്ല കേട്ടോ, മുതലെടുക്കുന്നല്ല, നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ചാണല്ലോ. ഡിപ്പെൻഡ് ചെയ്യാൻ നമുക്ക് കാലിന് ആയിട്ട് പറ്റില്ല. കൈ ആയിട്ടാണ് നമുക്ക് അത്രയും ചിലപ്പോ വിഷയം വരും, എന്നാലും അത്രയ്ക്കൊന്നും വരില്ലായിരിക്കാം. ഇത് കാലായോണ്ട് നമുക്ക് ഭയങ്കര പിന്നെ ഭാര്യയെ ശുശ്രൂഷിക്കാന്നുള്ള ഭർത്താവിന്റെ കടമയല്ലേ. ഭർത്താവിന് എന്തെങ്കിലും വഴി ഭാര്യയുടെ കടമ. അത് പിന്നെ എന്നാ പറയുന്നത്, ഒരു ലോകത്തിലെ എല്ലായിടത്തും ഉള്ള സംഭവമല്ലേ. അതുകൊണ്ട് പിന്നെ അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ടായില്ല. അതെ, അവരെല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം എന്നാ പറഞ്ഞാലും കുറെ ആശ്വാസം ഉണ്ടല്ലേ. അതുകൊണ്ട് കുറെ ആശ്വാസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറെ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ചോക്കുന്നേ പൂമ്പാറ്റയോ? ആ പൂമ്പാറ്റയുടെ മുമ്പിടെ ഒന്നും കാര്യം പറയണ്ട കേട്ടോ. ആ നീ കിള്ളുന്നവരാണോ? ആ അത് ശരി. അപ്പൊ ഇന്നത്തെ നല്ലൊരു സൂപ്പർ വീഡിയോ ആണ്. എന്നാ പറയുന്നത്, ചിലർക്കൊക്കെ ഒരു വലിയ വിഷമവും ബുദ്ധിമുട്ടും സങ്കടമൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുണ്ടാക്കി കൊടുക്കുന്നതൊക്കെ കാണുമ്പോഴേ. അതുകൊണ്ട് അന്ന് ശരിക്കും അങ്ങോട്ട് സങ്കടം പറയട്ടെ എന്ന് എത്തിക്കൊണ്ട് ഓരോന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ. അതെ അതെ, അത് വലിയ ബുദ്ധിമുട്ടാണ് മാറാൻ. അത്രേ ഉള്ളൂ. നമ്മുടെ സന്തോഷങ്ങള് നമ്മൾ സ്വന്തമായിട്ട് കണ്ടെത്തുക, നമ്മൾ അതിനകത്ത് അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കുക. അതാ ഞാൻ പഠിച്ചേക്കുന്ന പാഠം. കാരണം നമ്മള് നാളെ ആട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതം തള്ളി ഇട്ടുകൊണ്ടിരുന്ന നമുക്ക് തന്നെ പോകും. അത്രേ ഉള്ളൂ. നമ്മളുള്ള സമയത്ത് നമ്മുടെ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് ഉള്ളവര് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരൊക്കെ അവരവരുടെ ഇതിനനുസരിച്ച് ഹാപ്പി ആയിട്ട് പോയാൽ അവരവർക്ക് നല്ലത്. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെന്ന് വെച്ചാൽ വലിയൊരു സന്തോഷമുണ്ട്. ഞാനൊന്നും ഇതുവരെ ട്രെൻഡിങ്ങിൽ കയറിയിട്ടില്ല. നമ്മൾ ട്രെൻഡിങ്ങിലൊന്നും കയറാൻ മാത്രമൊന്നും ആയിട്ടില്ല, വളർന്നിട്ടില്ല. കാരണം നമ്മളൊരു കുഞ്ഞല്ല. പക്ഷെ ഭയങ്കര അഭിമാനത്തോടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ പറയാണ്, അമ്മൊക്കെ 3ാമത്തെ വീഡിയോയും ട്രെൻഡിങ് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലില് എനിക്ക് തോന്നുന്നു 10-30ഓളം എന്തായാലും ഒരു 20-25 മേളില് നമ്മൾ ട്രെൻഡിങ് ആയിട്ടുണ്ട്. എന്ത് നല്ല നല്ല വിശേഷങ്ങളോ നമ്മുടെ ലൈഫിലെ ഒരു കുഞ്ഞിതായാലും അത് ഒത്തിരി ആൾക്കാർ കണ്ടത് സപ്പോർട്ട് ചെയ്ത് ട്രെൻഡിങ്ങിൽ കയറാറുണ്ട്. ഈ പ്രാവശ്യം അടുപ്പിച്ച് 3 ദിവസം ട്രെൻഡിങ്. ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പം കട്ട സപ്പോർട്ടായിട്ട് ഇപ്പോഴും സ്നേഹിക്കുന്ന അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും അങ്ങനെ സ്നേഹിക്കുക. എനിക്കതൊക്കെ പറയാനുള്ളൂ. പിന്നെ എന്നാ പറയുന്നത്, നമ്മുടെ മനസ്സിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ തോന്നുമല്ലോ, അതിനനുസരിച്ച് യുക്തത്തിനനുസരിച്ച് പെരുമാറുക. അല്ലാണ്ട് നമുക്ക് ആരോടും അത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യരുതെന്നൊന്നും പറയാൻ ആരോടും പറയേണ്ട അവകാശമില്ല, അധികാരമില്ല. നമുക്ക് മനസ്സിൽ എന്താണോ ശരിയെന്ന് തോന്നുന്നു അത് ചെയ്യുക അല്ലേ. അപ്പൊ ഇന്നത്തെ നല്ലൊരു സന്തോഷമുള്ള ഹാപ്പി വീഡിയോ. ആരും ബിസി ചെയ്യണ്ട, ഓടിപ്പോയി കണ്ടോ കേട്ടോ. അപ്പൊ നമുക്ക് വേറെ വീഡിയോ പോയി കാണാം. ബൈ. പാട്ടിട്ടിട്ട് ഡാൻസാണ് കേട്ടോ. കണ്ടോ, ഭയങ്കര ഡാൻസായിരുന്നേ. അവിടെ പാട്ട് വെച്ചേക്കോ. ഞാൻ അങ്ങോട്ടേക്ക് ഓടേണ്ട പാട്ട് ഇത് കോപ്പിറൈറ്റ് വരും. ക്യാമറ കട്ട് കഴിഞ്ഞാൽ ഇപ്പം തീർത്തു. ചൂലേ ഡാൻസ് എങ്ങനെയാ? ധാരാ വന്നേക്കുന്നേ? കിങ്ങിണി. അതാരാ കിങ്ങിണി? ഉണ്ടോ ഇവള് ചട്ടമ്പി അല്ലേടാ?
ഇവള് ഇങ്ങനെ കുഞ്ഞിലെ വന്നപ്പോ എങ്ങനെയായിരുന്നടാ പറയുന്നത്? കണ്ണു കുത്തിയിട്ട് കാക്കിച്ചു വിളിച്ചേ കണ്ടത് വന്ന് കാക്കിച്ചു എന്നായിരുന്നു. അത് കറക്റ്റ് ആര്യൻ്റെ ഓർത്ത് ഇരിപ്പുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ ആര്യൻ അത് പറയും കേട്ടോ. കാക്കിച്ചു കിങ്ങിണി കിങ്ങിണി കാക്കിച്ചു എങ്ങനെ കാക്കിച്ചു വെച്ച കൊച്ച അത് അവള് മറന്നുപോയി. ആര്യൻ അത് ഓർത്തിരിപ്പുണ്ട്. ഓ അയ്യോ അമ്മേ അതൊക്കെ അവിടെ വെച്ചാൽ കാല് മുറിയും. താഴെ എടുത്തിട്ടാല് കാല് മുറിയും. ബാബു വരും. ആ കല്യാണിക്ക് ഇന്ന് പഠിത്തമില്ലേ കല്യാണി? ഇല്ലേ? നാളെ ഡാൻസ് ആയതുകൊണ്ടാണോ? നാളെ സ്കൂളിൽ ഡാൻസ് ആണോ? ഏത് ഡാൻസാ? അതെ കള്ളം പറയുവാണോ? എന്നാ അവിടെ ഇറങ്ങി കളിച്ച ഏത് ഡാൻസാന്ന് നോക്കട്ടെ. അതെ ഇതേ കല്യാണി ഡാൻസ് കളിക്കാൻ പോകുന്നത്. കാവാലിയാണോ? ഇതേ കാവാലിയാ കളിക്കുന്നത്. ആ കാവാലിയ അതെ ചേച്ചി ഡാൻസ് കളിക്കുന്നു. ഇവള് സോഫായും പൊട്ടിക്കും ഫോണും എല്ലാം പൊട്ടിക്കും മോനെ. എല്ലാം പൊട്ടിച്ച് ചട്ടമ്പിയാക്കും ഇവള്. ആ കുഴപ്പമില്ല. അതിലെ കയറേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അതിലെ കയറേണ്ട കാര്യമില്ലായിരുന്നല്ലോ. വയറങ്ങാണ്ട് മുട്ടി അവിടെ. എന്നിട്ട് വയറെ തൂക്കുവോള്. ആ കണ്ടോ കണ്ടോ കാല് കൊണ്ട് ഞാൻ ഇടിപ്പിച്ച്. കിങ്ങിണിയേ കിങ്ങിണി എന്നാ എന്നാ ചേട്ടായിക്ക് കൊടുക്ക്. എന്നാ ചേട്ടായിക്കും ചേച്ചിക്കും കൊടുക്ക്. കൊടുക്ക് കൊടുക്ക്. ആ അതൊക്കെ കൊടുക്കും. താങ്ക് യു. വെൽക്കം പറ. വെൽക്കം പറ. ഇതാരാ മേടിച്ചു തന്നെ? പുട്ടായി ആരാ മേടിച്ചു തന്നെ? ആ പാപ്പു ഇന്നലെ മേടിച്ചോണ്ട് വന്ന. ആണോ? രാവിലെയും വൈകുന്നേരം പെട്ടെന്ന് തിന്നോ. അല്ലെ ചടയെന്ന് ഇവള് തിന്നിട്ട് നിങ്ങളതിന് വരും. കൈ പിടിച്ചോണ്ടിരിക്കണോ? പെട്ടെന്ന് തിന്നോ. അയ്യോ കല്യാണിക്ക് പൊട്ടിക്കാനും പറ്റുന്നില്ല. ഇവിടെ പൊട്ടിച്ചു കൊടുക്കണം കൊച്ചിന്. എന്റെ ദൈവമേ അവള് മേടിക്കത്തില്ല പറേ. ചിന്നമ്മ ചുമ്മാ പറഞ്ഞ. ആണോ? കല്യാണിക്ക് കിങ്ങിണിക്ക് കൊടുക്കുമോ? ആണോ? തിന്നു കവർ മാറ്റിയിട്ട്. അതാണെങ്കിൽ ഇഷ്ടമാണ് ഭയങ്കര. ഞാൻ കൊടുക്കാതിരിക്കുമായിരുന്നു. ചുമയാ കൊണ്ട് ഇന്ന് മുട്ടായി ഇന്നലെ മുട്ടായി കൊടുത്തേ ഇല്ല. ഇപ്പം നിങ്ങൾ വന്നുകൊണ്ട് കൊടുത്താ. കഴിഞ്ഞു കേട്ടോ. ഇനി ഇല്ല കേട്ടോ. ഇനി ഇല്ല കേട്ടോ. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചോദിച്ചോണ്ട് വന്നോണ്ടിരിക്കും. കഴിഞ്ഞു കഴിഞ്ഞേ. ആ അപ്പം നമ്മുടെ കുഞ്ഞുമറിയാമ്മയൊക്കെ ഉറങ്ങും കേട്ടോ. അപ്പോൾ എണീറ്റ് വരുമ്പോഴത്തേനും അവളെ പോണൊക്കെ തന്നെ ഉള്ള നല്ല കുഞ്ഞുണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതാകുമ്പോൾ ചിലപ്പോൾ ഇഷ്ടമായിരിക്കുമല്ലോ. നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളും ഇല്ലല്ലോ. അപ്പം നമുക്ക് പറ്റുന്നതൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അല്ലേ 3 പേർക്കും. അപ്പോൾ ഇത് തേങ്ങാക്കൊത്ത് ഞാൻ വറക്കാൻ ഇട്ടേക്കുന്നതാണ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ നെയ്ക്കകത്ത് കേട്ടോ. അപ്പോൾ അവനൊന്ന് മൂത്ത് വരട്ടെ. ഉണ്ണിയപ്പച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പൊടിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും ലേശ റവയാണ് കേട്ടോ. മൈദ ചേർത്തിട്ടില്ല കൊച്ചിന് കൊടുക്കുന്നതുകൊണ്ട്. പിന്നെ ഞാനിനി ശർക്കരപ്പാനി ഇവിടെ ഉരുക്കി വെച്ചിരിക്കുന്നു. അതും ചേർത്തങ്ങ് മിക്സ് ചെയ്യും കേട്ടോ. കുഴയ്ക്കാൻ പോവുക. ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല. പിന്നെ ഞാൻ ചെയ്യുന്നു അങ്ങോട്ട് എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ തേങ്ങ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫാക്കി. ഇനി നമുക്ക് മാറ്റി വിടാം. എന്നിട്ട് ഇപ്പം ഓഫാക്കിയതാണ് കേട്ടോ ശർക്കരപ്പാനി. എന്നിട്ട് നമ്മൾ ഈ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും റവയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. അതിനകത്ത് ഞാൻ 5-6 കൊച്ചു ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഏലക്കയും ജീരകവും പൊടിച്ച് പൊടിയുണ്ട്. എന്നിട്ട് കഴിഞ്ഞു പോയി. അപ്പോൾ ഇനി ഞാൻ ഏലക്ക ചേർക്കാതെ ജീരകം മാത്രമേ ഇട്ട് കൊടുത്തു കേട്ടോ. ഉടായ്പ പരിപാടിയല്ല. ഇനി നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാവേ. ശർക്കരപ്പാനി ഒന്ന് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഒത്തിരി വെള്ളമായി പോകാനും പാടില്ല എന്ന് അറിയാമല്ലോ എല്ലാവർക്കും അളവൊക്കെ. അപ്പോൾ ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒഴിച്ച് സെറ്റായിട്ട് കാണിച്ചു തരാം.
അപ്പം നമുക്ക് റെഡിയാക്കാം കേട്ടോ. ഞാൻ സാധാരണ ഓയിലിനകത്താണ് ഉണ്ടാക്കാറ്. നെയ്യ് ഒഴിച്ച് കുഴയ്ക്കും കേട്ടോ. നെയ്യും കൂടി ചേർക്കും നന്നായിട്ട് മാവിനകത്ത്. തേങ്ങ വറുക്കുമ്പോഴതിനകത്ത് നന്നായിട്ട് നെയ്യ് ചേർക്കും. പക്ഷെ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയ്ക്കകത്താണ് കേട്ടോ. കാരണം കൊച്ചിനല്ലേ, അപ്പം ഞാൻ ഓയിലൊന്നും ചേർക്കുന്നില്ല. നല്ല രീതിയിൽ തന്നെ വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. ഒരു പാത്രം വെച്ച് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒത്തിരി നിറച്ച് ഒഴിക്കരുത്. അപ്പം മൊത്തം ഇങ്ങനെ വന്നത് ഇതിന് വലിയ ഇതില്ലാത്തതുകൊണ്ടേ പൊങ്ങി തുമ്പിച്ചാടിപ്പോവും. പിന്നെ അതേ മാവ് ഇവിടെ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് മാവ് ഇരിക്കേണ്ടത്. ഇനി അവനൊന്ന് ചൂടാക്കാനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എനിക്ക് എപ്പോഴും ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കണം. അങ്ങനത്തെ ഒരു സ്വഭാവം വേണ്ടത്. നന്നായിട്ടിങ്ങനെ ഇളക്കി മിക്സ് നന്നായിട്ട് ആക്കി കൊടുക്കണം. ചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു പരുവത്തി ഇവനെ സെറ്റാക്കി വെക്കുക. ഇപ്പം കല്യാണിക്കുട്ടി കയറി വന്നാൽ ഞാൻ അലക്കി ഇതാക്കുമായിരുന്നു കേട്ടോ. മിറ്റത്ത് നിന്ന് 2-3 തുണി ഉണ്ടായിരുന്നു. അതൊന്ന് കഴുകിയിട്ടേക്കാന്ന് വിചാരിച്ചുകൊണ്ട് മെഷീനകത്തിലായില്ലായിരുന്നു. ഈ കുഞ്ഞിൻ്റെയാണ്. അപ്പം അത് കഴിക്കുന്നപ്പോൾ കിങ്ങിണി അല്ല കല്യാണിമോള് കയറി വന്നു. അപ്പം ഞാൻ പറഞ്ഞാൽ കിങ്ങിണി ഉറങ്ങുക അന്നാ സിന്ധുമ്മ, ഞാൻ സിന്ധുമ്മ കൊച്ച ഉണ്ടാക്കാതിരുന്നോളന്ന്. പക്ഷെ കൊച്ചല്ലേ. പിന്നെ ഞാൻ മണ്ടലോട്ടിടാനായിട്ട് തുണി വെക്കാനായിട്ട് വരുന്നുണ്ടെന്ന് ഞാൻ കിങ്ങിണി എണീക്കൊന്നും വരാൻ കേട്ടോ. നമ്മൾ അത് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് നമ്മുടെ കല്യാണിക്കുട്ടീനെ ആരും കൂട്ടനെ അവിടെ വിളിക്കാം. ഇന്നലെ എനിക്ക് പാനിപ്പൂരി ഉണ്ടാക്കിയിട്ട് അതെനിക്ക് കൊടുക്കാഞ്ഞിട്ടൊരിതുണ്ട്. സന്ധ്യയായിപ്പോയായിരുന്നു. അപ്പം എണ്ണയൊക്കെ ചൂടായിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ. ഒരു ശക്തര ഒഴിച്ചു കൊടുത്തോക്കാം നമുക്ക്. ചൂടാകണം. എണ്ണ ആയിട്ടില്ല കേട്ടോ. ചിരങ്ങ ഒന്നായിക്കോട്ടെ. വെളിച്ചെണ്ണയ്ക്കകത്തായതുകൊണ്ടേ ഒത്തിരി ദിവസം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അന്നേരം കഴിക്കാൻ നല്ല സൂപ്പറാണ്. വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ വെച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഒരു 3-4 ദിവസമൊക്കെ ആകുമ്പോഴത്തേനും ചിലപ്പോൾ കനച്ചൊക്കെ പോവുകയും ചെയ്യും. ഓയിലിനകത്താണ് 2 ആഴ്ച ഒരു 3 ആഴ്ച വരെയൊക്കെ ഒരു പ്രശ്നം ഇല്ലാണ്ടിരിക്കും കേട്ടോ. അന്ന് ഞാൻ ഇൻഡോർ പോയപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് പോയില്ലേ. ആ മോന് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറേ 2 ആഴ്ചക്ക് മുകളിൽ ഇരുന്നെന്ന് പറഞ്ഞു. ചീത്തയാവണ്ട. അപ്പോൾ എണ്ണ ഇവിടെ ആയതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവാണേ. ഇതാണ് നമ്മുടെ അളവ് തവി. ചെറുപ്പം ലൂസായാലും കുഴപ്പമില്ലെന്ന് തോന്നി. അതിൽ ഈ ഒരു ട്രിപ്പ് ഞാൻ ഒഴിച്ചിട്ട് നോക്കട്ടെ. മറിച്ചിട്ട് നോക്കുമ്പോൾ അറിയാം. ചിരകം ലൂസാണെങ്കിലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു ലക്ഷണം കണ്ടിട്ട്. നമ്മളെപ്പോഴാണെങ്കിലും ബുക്ക് ചെയ്താലും ഒക്കെ ഉണ്ടല്ലോ, ഓരോ പ്രാവശ്യവും ചെയ്യുമ്പോൾ നമുക്ക് ഓരോരോരോ അറിവ് ഇതാണ് കേട്ടോ. ഒന്ന് എല്ലാം വ്യത്യാസമാവും. ടേസ്റ്റ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും എല്ലാം ഞാൻ പെർഫെക്റ്റ് ആണെങ്കിൽ എന്നെ കഴിഞ്ഞിട്ടുള്ള ഇതെല്ലാം എന്നൊക്കെ പറഞ്ഞ് ചെയ്യാം. പക്ഷേ ഒന്നുമല്ല. നമ്മൾ എന്തായാലും അറിയാവുന്നവരാണെങ്കിലും ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇനി ഒന്ന് മറിച്ചിട്ട് നോക്കാം. എന്നാലും നമുക്കറിയാം. ഫോർക്കോ സ്പൂണൊക്കെ വെച്ച് വെട്ടി കഴിക്കുന്നവരാ. വലിയ ഒന്നും പറയണ്ട. ഇത്രയും വെള്ളം തന്നെ മതി. ഓക്കെ, സെറ്റാട്ടോ. ഇനി വെള്ളം കൂട്ടണ്ട. അതിൻ്റെ ചിലപ്പോൾ ഷേപ്പിനൊക്കെ ഇച്ചിരി വ്യത്യാസമൊക്കെ വരും. പൊട്ടിക്കീറിയൊക്കെ പോലെ. അപ്പം ഇങ്ങനെ തന്നെ ഇത്രയും വെള്ളം തന്നെ മതി. ഓക്കെ. ഇങ്ങനെ എല്ലാം ഞാൻ ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുവാണേ. ഇപ്പം ഞാൻ തീ കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി മറിച്ചിട്ടിട്ട് ഇച്ചിരി തീ കുറച്ച് വെക്കാം കേട്ടോ. ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. അല്ലെങ്കിൽ ഉള്ളൊക്കെ വേകാതിരുന്നാലോ. വർണ്ണത്തിന് അതൊരു കുഞ്ഞിക്കായിപ്പോയി ഏറ്റവും ലാസ്റ്റ് ഒഴിച്ചത്. പിന്നെ നമ്മൾ ആദ്യം ഒഴിച്ചതൊന്നും നോക്കണ്ട. മൂക്കുന്നത് നമ്മളിങ്ങനെ കോരി എടുക്കണം കേട്ടോ. അപ്പം ആവട്ടെ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതിനിടയിൽ വിഷ്ണു കുഞ്ഞു വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നാൽ അവനൊരു ഗ്ലാസ് കട്ടൻ ചായയും ഉണ്ണിയപ്പം കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഉണ്ടാക്കുന്നേ ഉള്ളൂ കേട്ടോ. ഒരു കട്ടൻ ചായയും കൊണ്ടുവച്ചിട്ട് എന്തോ കൊണ്ടുതരാന്നൊക്കെ പറഞ്ഞോണ്ട് എന്നെ മിച്ചുവിനെ ഇവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ വരുന്നുണ്ട്. അതാർക്ക് കട്ടൻ കാപ്പി അല്ലേ? കട്ടൻ ചായയാണോ? ഇതിന്ന് ഹായ്. ഇപ്പഴത്തെ കയ്യിലെ സൂത്രം ഞാൻ കണ്ടില്ലായിരുന്നു. ഉണ്ണിയപ്പ ഫാൻസ് ആണ് ഞങ്ങള്. വാവ്. അമ്മ മനസ്സറിഞ്ഞ് ഓരോന്നോരോന്ന് ഈ പ്രാവശ്യം ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ. വിച്ചു വെളിയിൽ നിന്നോ പറഞ്ഞു കേട്ടോ. അമ്മ കഥ അടച്ചിട്ട് തരുന്നുണ്ട്. അങ്ങോട്ടേക്ക് വന്നില്ല. അപ്പൊ വിച്ചു വെളിയിൽ അമ്മ എന്തോ ഉണ്ടാക്കുന്നുണ്ട്. കുറെ നേരം മണം അടിച്ചിട്ട് ഉറക്കം വരുന്നില്ലെന്ന് എടുത്തോട്ട് പോയാ.
ഒന്നെ ചെയ്യമേ. ഞങ്ങള് മൂന്നൊരു നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് കേട്ടോ. അമ്മ ഈ പ്രാവശ്യം മനസ്സറിഞ്ഞെല്ലാം ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ വെച്ചു. തടിച്ചായിട്ട് ഇവിടെ വന്നിട്ട് മുഖം നിറച്ച് കുരുക്കളായി ആവശ്യത്തിന് അങ്ങനെ ഞാൻ അതൊക്കെ പാലെടുക്കാൻ സമയം കൊണ്ട് ലേശം കരിഞ്ഞു അഞ്ചാറ്. അപ്പൊ മോൻ അറിയാനോ ഇതാണെന്ന് കണ്ടില്ലേ? ആണോ? നാടോ എന്റെ കാല തൂത്തുകാരിൽ ഉമ്മവക്കലാണ് കേട്ടോ ആശാന്റെ പരിപാടി. പോറ്റെ വന്നെടുത്ത് തിന്നടോ, ഞാൻ വന്ന് തിന്നട്ടെ. അമ്മ സൂപ്പർ ഉണ്ണിയപ്പോ അതുകൊണ്ട് തന്നെ കട്ടൻ ചായ. ഞങ്ങളുടെ വൈകുന്നേരം സ്പെഷ്യൽ കേട്ടോ, 4 മണി സ്പെഷ്യൽ. ജാനി ഞെക്കി നോക്കിയിട്ടൊക്കെ എടുക്കുക. എന്താ ജാനി സോഫ്റ്റ് ഉള്ളത് ഏതാ നോക്കിട്ട് എടുക്കണം. എന്നാമേ മഴയല്ലേ? ആ മഴയാ. അമ്മ വിളിക്കുന്നെങ്കിൽ വിളിക്കുക, കയറി വരുമായിരിക്കും. അവർ ഉറങ്ങുവാണോന്ന് അറിയത്തില്ല കേട്ടോ. ആണോ? ആ വേണം അമ്മ വേണോ? അയ്യോ ദേ പോയി. ആ വേറെ എടുക്ക. താങ്ക് യു. അതെ അതെ അതെ, അമ്മയുടെ പിള്ളേരെ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അമ്മ പിള്ളേരുടെ താഴത്തെ പിള്ളേരുടെ കാര്യം പറയാം. എടുക്ക താഴേന്ന്. ആ ഇന്നലെ അമ്മയ്ക്ക് വിഷമായിരുന്നു കേട്ടോ. ഇന്നലെ അത് കഴിക്കാൻ ഉണ്ടാക്കിയില്ല, പാനിപ്പൂരി. അത് കൊടുക്കാണ്ട് വിളിക്കമ്മേ. അമ്മയ്ക്ക് അമ്മയും ഇങ്ങനെയും കൂടെ കല്യാണിനെ ആരുടെ വിളിക്കാൻ പോയി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഞാൻ തിന്നു. അടിപൊളി. നമ്മ സൂത്രം കയറുക അല്ലേ? ഞങ്ങൾ ഇന്നപ്പോ ഭയങ്കര മഴയായിരുന്നു. ആ വണ്ടി കൊണ്ടുവന്നിട്ടൊന്ന് കറങ്ങാൻ പറ്റാത്തൊരവസ്ഥയല്ലേ? എവിടെയും പോകാൻ പറ്റത്തില്ല, നല്ല മഴ. ഇപ്പൊ ഒരു കൊച്ചു ജാനിയുടെ ഒരു സന്തോഷം നോക്കി. സൂത്രം എടുത്തോണ്ട് കുടിക്കേട്ടായി. നിന്റേതല്ല, വേറെ നല്ല എടുത്തോണ്ട് കുടിക്കേട്ടായി. അവൻ നിങ്ങൾ നിക്കട്ടോ. വെൽക്കം അല്ലേ? പറഞ്ഞു തന്നിട്ടുണ്ടോ? പറഞ്ഞില്ല ചമ്മി വെച്ചു ചമ്മി. അപ്പൊ എന്തായാലും ബായോ അവിടെ വന്നിരുന്ന് കഴിച്ചോ. കല്യാണിക്കുട്ടി ഇല്ല കേട്ടോ, അവള് ഉറങ്ങുക. അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ. ഉള്ളില് പോയി ഒരെണ്ണം കയ്യിന്ന് പോയി താഴെ. ചേട്ടായി വന്നപ്പോ എത്ര ഡീസന്റ് ആയിട്ട് കസാരയും വലിച്ച് ചേട്ടൻ എടുത്ത് കയറി തിന്നു കേട്ടോ. നമ്മളൊന്നും പറഞ്ഞൊന്നും കൊടുത്തിട്ടൊന്നും അല്ല കേട്ടോ. ഇതില് 2 എണ്ണം കരിഞ്ഞതുണ്ടല്ലോ സിന്ധു. ആ പിച്ചു തട്ടിക്കോ, അത് തട്ടിക്കോ, തന്റെ ഉത്തരവാദിത്വം. ആ അതെ, ആരാണ് ഉത്തരവാദിത്വം അവര് തന്നെ കഴിച്ചെടുക്കണം. അത് തന്നെ ഇത്. ചേട്ടാനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വിഷ്ണുചേട്ടൻ പറഞ്ഞടാ പന്നെ ഒരു സുഖമില്ലെന്ന്. എടാ വിഷ്ണുചേട്ടൻ പറഞ്ഞ നല്ലതല്ല, കൊള്ളുകയല്ലെന്ന്. അവനൊന്നും പറയത്തില്ല. വിഷ്ണുചേട്ടൻ എടുത്ത് തിന്നാന്നല്ലേ. അത് ബബിളാണെന്ന്.
അവന്റെ കവിള് കിള്ളിട്ട് ഊതി വിടുക, പൊട്ടിപ്പോ നമ്മളാ വരുന്ന്. അവനെ ഭയങ്കര ഇഷ്ടമാ കേട്ടോ, ആര്യനെ ഭയങ്കര ഇഷ്ടമാ. ചേട്ടാ ചേട്ടാ ചേട്ടനോട് ഉണ്ണിയപ്പം എടുത്ത് തിന്നാൻ പറഞ്ഞേ, പാപ്പ തിന്നാൻ പറഞ്ഞേ. എടുത്തു കൊടുക്ക് ചേട്ടന്, ഒരു പാപ്പ എടുത്തു കൊടുക്ക്. ഞങ്ങള് വൈൻഡപ്പൊടി ഇവിടെ വെച്ച് കൊടുക്കാന്ന് വിചാരിച്ചോണ്ട് നന്നൽ ഇച്ചിരി ഡാൻസ് കളിച്ചു പോയിരുന്നു. എങ്ങനെ ഡാൻസ് കളിച്ചേ? അയ്യോ ഇന്ന് ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. മല്ലമ്മ പിത്താ പിത്താത്തേ, മല്ലമ്മ പിത്താ പിത്താത്തേ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? മല്ലമ്മ പിത്താ പിത്താത്തേ. ഇവിടെ ഇല്ലത്തെയാണ് അവിടെ നിന്നോണ്ട് കളിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറെ ഏതോ അപ്പത്തിന് കളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ നാണം കാരണം വലിയ ഷോ കാണിക്കാറ്. കല്യാണി കൂടെ വന്നു ഞാൻ പറയാൻ വേണ്ട. അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടില്ലേ? മുടിയൊക്കെ വെച്ച് ഭയങ്കര ഷോ കാണിയിലൊക്കെ ചില സമയം നല്ല ഷോ ആണ് ഇതൊക്കെയാ. അയ്യോ അമ്മേ, എന്റെ അമ്മേ ഡാൻസ് ഒക്കെ കളിച്ച് പൊട്ടിയോ? പൊട്ടി. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇന്നലെ ഞാൻ ഒരു കമന്റ് കണ്ടായിരുന്നു, സുനിപ്പപ്പ കിങ്ങിണി കോംബോ ഞങ്ങൾക്ക് കണ്ടിതാണത്. വൈകിട്ട് വരുമ്പോ ഇവിടെ പൂരമാണ്, അധികമാണ് നടക്കുന്നത് കേട്ടോ. പക്ഷെ വീഡിയോ ഫോൺ എടുത്തിട്ട് വരുമ്പോഴത്തേനും എന്റെ കുറ്റം ഒന്നും പറഞ്ഞു കൊടുക്കണ്ടെന്ന് വെച്ചാൽ ടാറ്റായി കാണിച്ചു. എന്താ പിന്നെ ടാറ്റ അതൊക്കെ അല്ലെ. അപ്പൊ എല്ലാവരും ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇടുക, കൂട്ടത്തിലോ റുമ കൊടുത്തിട്ടില്ലായിരുന്നു.